السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على أهل الصدق والوفاء وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് യഹൂദികളെക്കുറിച്ചായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഹദീസിൽ അതിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന പദം നിസ്കാരത്തിനു വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല എന്ന. മറ്റു ചില ഹദീസുകളിൽ അൽ-യൗമ വൽ-ലൈല, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ യഹൂദികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹം അഥവാ യഹൂദികൾ എന്നത്. അവരുടെ അമ്പിയാക്കളോടുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ ധിക്കാരവും അവിശ്വാസത്തിൽ നിലകൊള്ളുകയും എന്നിങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു സമൂഹമാണ് യഹൂദികൾ എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കൾക്ക് നിരന്തരം താക്കീത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ യഹൂദികളുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരെങ്ങനെയാണ് വിശ്വാസികളോട് പെരുമാറുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു അൽ യഹൂദ്. യഹൂദികളാണ് വിശ്വാസികളായ ആളുകളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫലസ്തീനിലും മറ്റുമൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കണക്കെടുപ്പിൽ മനസ്സിലാകുന്നത് 20,000-ഓളം കുട്ടികളാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പട്ടിണിയും, അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്നതാണ് ബാധ്യത എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബാധ്യത കൂടി നമ്മുടെ ഓരോ ആളുകളുടെയും കഴുത്തിലുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ അവൻ്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന. അങ്ങനെ ഇരിക്കെ അവർക്ക് വേണ്ടി ഒരാവർത്തിയെങ്കിലും നിസ്കാരത്തിന് ശേഷവും മറ്റുമൊക്കെയായി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയോ നമ്മുടെ ഈമാൻ ചോർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതവിടെ നടക്കുന്ന പ്രശ്നമല്ലേ, ഇവിടെയല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു പിഞ്ച് കുഞ്ഞ് മരണപ്പെടുമ്പോൾ അത് നമ്മുടെ മകൻ്റെ സ്ഥാനത്തും നമ്മുടെ മകളുടെ സ്ഥാനത്തും നമുക്കവരെ കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ പ്രാർത്ഥന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏതൊരു കോണിലും ഒരു മുഅ്മിൻ പ്രയാസപ്പെടുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസത്തിൽ വേദനിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.